പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 61-ാം സങ്കീർത്തനക്കാരൻ പാടും, ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. യാതൊന്നിനെയും ഭയപ്പെടാതെ സ്വർഗീയ സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഭൂമിയിലെ ആദ്യ ദമ്പതിമാരെ സാത്താൻ വഞ്ചനയിൽ കുടുക്കി ഭയമുള്ളവരാക്കി. ദൈവസാന്നിധ്യത്തെ ഭയന്ന് മനുഷ്യൻ അത്തിയുടെ മറവിൽ ഒളിക്കേണ്ടതായി വന്നു. അന്ന് തുടങ്ങിയ ഭയമെന്ന മാരക വിപത്ത് മനുഷ്യരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. പാപത്തിൻ്റെ ഫലമായി ലോകത്തിലേക്ക് കടന്നതാണ് ഭയം. മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുകയും ദൈവസന്നിധിയിൽ എത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ഭയമെന്ന കുരുക്കിൽ നിന്നും മനുഷ്യന് മോചനമുണ്ടാവുകയുള്ളൂ. എന്നാൽ ഇന്ന് പ്രഭാതം നാം ഇവിടെ ചിന്തിക്കുന്നത് ഭയമെന്ന വികാരത്തിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമല്ല, പ്രസ്തുത ദൈവത്തെ ഭയപ്പെടുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. 3 വിധത്തിലുള്ള ഭയം മനുഷ്യർക്ക് ദൈവത്തോട് ഉണ്ടാകാം. ഒന്നാമതായി, എല്ലാ തെറ്റുകൾക്കും ദൈവം തക്ക അളവിൽ ശിക്ഷ വിധിക്കുന്നവനാകയാൽ ദൈവത്തിൻ്റെ ഭയങ്കരത്വവും ന്യായവിധികളും ഓർത്തുള്ള ഭയം. രണ്ടാമതായി, ദൈവം പരിശുദ്ധനും അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവനുമാകയാൽ പാപം ചെയ്യുന്നവർക്കും പാപത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തോട് സമീപിക്കുവാനുള്ള ഭയം. ദൈവവചനം പറയുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യവും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും ചെയ്യും. 3-ാമതായി, നാം ചെയ്യുന്ന പ്രവർത്തികൾ നിമിത്തം ദൈവത്തിന് ദുഃഖമുണ്ടാകുമോ എന്നുള്ള ചിന്തയിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ഭയം. ഈ 3 നിലയിലും നാം ദൈവത്തെ ഭയപ്പെടേണ്ടതാണെങ്കിലും തൻ്റെ മക്കൾ തന്നോടുള്ള യഥാർത്ഥ ആത്മാർത്ഥ സ്നേഹത്തിൽ നിന്നും തന്നെ ഭയപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എടുത്തു പറയാവുന്നതും നമുക്ക് മാതൃകയാക്കാവുന്നതുമായ വളരെ നല്ല സാക്ഷ്യങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനമായ ഒരു നല്ല ഗുണമാണ് താൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത്. അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യോസഫും ദൈവത്തെ സ്നേഹിക്കുന്നതിനും ഭയപ്പെടുന്ന കാര്യത്തിലും ഒട്ടും പിന്നിലായിരുന്നില്ല. സ്തുതികർമ്മിണികളിൽ രാജാവിൻ്റെ കൽപ്പനകൾ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെടുന്നതിനാൽ അവർ മോശക്കുഞ്ഞിനെ കൊല്ലാതെ അവർ രക്ഷിക്കുവാനിടയായി, അവർ നന്മ ചെയ്യുവാനിടയായി. അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ദൈവം അവർക്കും നിരവധി നന്മകൾ ചെയ്യുവാനിടയായി. നെഹമ്യാവെന്ന ഭക്തൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് വെറും പാനപാത്രവാഹകനായി മാത്രമായിരുന്ന തന്നെ ദൈവം ഉയർത്തി ആ ദേശത്തെ ഗവർണറാക്കി ഉയർത്തുകയും ചെയ്തു. ആമേൻ. ദൈവത്തെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഭയപ്പെട്ടിരുന്ന ഒരു അന്യജാതിക്കാരനായിരുന്നു കൊർന്നല്യോസ്. പ്രിയ ദൈവവേദലേ, നമ്മുടെ ദൈവം എല്ലാ ദൈവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനാണ്. ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനുമാണ്. ദൈവത്തെ ഭയപ്പെടാതെ ഇരിക്കുന്നവരുടെ അന്ത്യം എത്രയോ ദാരുണമായിരിക്കുമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. അതിനുദാഹരണമാണ് ഏലി പുരോഹിതൻ്റെയും തൻ്റെ മക്കളുടെയും അന്ത്യം. പ്രിയരെ, നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ദൈവത്തിന് പ്രസാദമായിരിക്കണം. ദൈവഭക്തന്മാരുടെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ദൈവാലോചനകൾ നിരസിക്കാതെ ഭയത്തോടുകൂടെ ഏറ്റെടുക്കാം. ഔവണ്ണം ദൈവഭയമില്ലാതെ തോന്നിയതുപോലെ ജീവിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരുടെ അന്ത്യവും എങ്ങനെയായിരിക്കുമെന്നും വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഉളവാകുന്ന ഭയത്തോടു കൂടി നമ്മുടെ പ്രവാസകാലം കഴിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പരിമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യാം. അതിനായി നമ്മെ ഈ നാടുകളിൽ ഒരുക്കാം. ദൈവത്തെ ഭയന്നവരെല്ലാം ഏറ്റവും ഉന്നതങ്ങളിലും ഏറ്റവും അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണം നമ്മുടെ വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. ദാവീദ് ദൈവത്തെ ഭയന്നു, ദാവീദിനെ ദൈവം ഉന്നതങ്ങളിൽ ഉയർത്തുവാനിടയായി. യോസഫ് ദൈവത്തെ ഭയന്നു, യോസഫിനെ ദൈവം ഉന്നതങ്ങളിൽ ഉയർത്തുവാനിടയായി. സ്വന്തം ഏതൊക്കെ ഭക്തന്മാർ, ഏതൊക്കെ ദൈവക്കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ദൈവത്തെ ഭയന്നുവോ അവരെയെല്ലാം ദൈവം ആദരിപ്പാനിടയായി, ദൈവം അനുഗ്രഹിപ്പാനിടയായി. പ്രിയ ദൈവത്തിലെ ഈ പ്രഭാതം
നമുക്ക് ഭയത്തോടും ഭക്തിയോടും ദൈവത്തോട് നമുക്ക് അടുത്തു ചെല്ലാം. ആമേൻ. സ്തോത്രം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്കാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ ആമേൻ സ്തോത്രം, കഷ്ടതകളും ആമേൻ നിന്ദകളും പരിഹാസങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും ആമേൻ സാമ്പത്തിക ഞെരുക്കങ്ങളും മാനസിക നിരാശകളും ഒക്കെ ആമേൻ പ്രതികൂലമായി ആഞ്ഞടിക്കുമ്പോൾ ദൈവത്തെ നീ ഭയക്കുന്നുവോ എങ്കിൽ നിശ്ചയമായും അതിൽ നിന്നും ഒരു ഉയർച്ച കുഞ്ഞെ ഇന്ന് പ്രഭാതം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവദാസന്മാരെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ദൈവ വചനത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ, ദൈവത്തെ ഭയക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിശ്ചയമായും നമുക്കുമായി അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും ശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ. ഇന്ന് പ്രഭാതം കർത്താവേ ആമേൻ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളും ആമേൻ ദൈവസന്നിധിയിൽ ഭയത്തോടുകൂടെ ഭക്തിയോടുകൂടെ കർത്താവേ അപ്പനെ ആരാധിച്ച് അപ്പൻ്റെ വചനത്തിൽ ആശ്രയിച്ച് നിൽപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അപ്പനെ ഭയമില്ലാതെ ആമേൻ ദൈവവചനത്തെ ആമേൻ ഭയമില്ലാതെ, ദൈവാലോചനകളെ ഭയമില്ലാതെ, ദൈവശബ്ദത്തെ ഭയമില്ലാതെ ഇന്ന് കർത്താവെ ലോക മനുഷ്യർ ആമേൻ പാപം ചെയ്ത് പാപത്തിൽ ആമേൻ സ്വത്രം ജീവിക്കുവാൻ അനേകർ ആമേൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവെ ദൈവസന്നിധി വിട്ട് ആമേൻ ഓടിപ്പോകുവാൻ കർത്താവെ അനേകർ വെമ്പൽ കൊള്ളുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവേ ആമേൻ ഈ ശബ്ദം ശ്രവിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. ഈ നാളുകളിൽ കർത്താവെ ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുറയില്ലാതെ കർത്താവ് ദുഃഖിക്കുന്നവർ, ബാധ്യതകളുടെ നടുവിൽ പകച്ചു നിൽക്കുന്നവർ കർത്താവെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ ദിവസങ്ങൾ കർത്താവെ അവർ ഭയക്കുന്ന നിലകളിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം, മഹത്വമെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.